ജാപ്പനീസ് ഫുഡിനോട് എനിക്കൊരു കുറച്ച് താല്പര്യമുണ്ട്. എൻ്റെ വീട്ടിൽ ജാപ്പനീസ് കിച്ചണുണ്ട്. നമുക്കെല്ലാം പ്രിയങ്കരനായ ലാലേട്ടനെ പോലും കൊതിപ്പിച്ച ഒരു രാജ്യമാണ് ജപ്പാൻ. ആ ജപ്പാനിൽ ലാലേട്ടന് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റിനെ പറ്റി. നമുക്ക് ഇവിടെ നാട്ടിലെ റെസ്റ്റോറൻറ്റിലൊക്കെ എപ്പോഴും ഇപ്പൊ ജാപ്പനീസ് ഫുഡൊക്കെ കിട്ടും. പക്ഷേ ആ ഒതന്റിക് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജപ്പാനിൽ പോയി തന്നെ രുചി അറിയണം. നവംബറിൽ ഞങ്ങളൊരു ടൂർ പോകുന്നുണ്ട്. അപ്പം നിങ്ങളാരെയും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി ജപ്പാനിലെ ഈ ലാലേട്ടൻ പറഞ്ഞ മാതിരിയുള്ള ഒതന്റിക് ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഏറ്റവും ഫേമസ് ആയ സുഷി, രാമൻ, ടെമ്പൂറ, മോഷി ഇങ്ങനെയുള്ള ഫുഡുകൾ നമുക്ക് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് ഇന്ന് കഴിക്കാം. ജപ്പാൻ നമുക്ക് കുറേ അധികം കാണാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായി ഭൂകമ്പം ജപ്പാനിൽ വന്ന് റിക്ടർ സ്കെയിലിൽ ഇത്ര മുകളിൽ ചെയ്ത് ഒരു പാലം തകർന്നു വീണെന്നൊക്കെ. നമ്മൾ ഈ ഭൂകമ്പത്തിന്റെ കേസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തെറിക്കും. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു രാജ്യം വേൾഡിൽ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഭൂകമ്പങ്ങളും കടൽക്ഷോഭവും ഈ സുനാമിയൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത ഒരു രാജ്യത്തിൽ ഒന്നായിരുന്നില്ല ജപ്പാൻ. അവരുടെ തിരിച്ചുവരവുണ്ട്. നമുക്കറിയാം വേൾഡിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് അണ്വായുധം ഇട്ടത് ജപ്പാനിലാണ്. അവിടെ നിന്ന് അവർ കരയേറി എങ്ങനെയെന്ന് നമുക്കറിയാം. ഇന്നും വേൾഡിലെ നമ്പർ 1 ശക്തികളിൽ ഒന്നായിട്ട് അവരെങ്ങനെയാണ് നിലനിൽക്കണേന്ന് നമുക്കറിയാം. ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ ജപ്പാനിൽ പോയതിനെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന് അവരുടെ കൃത്യനിഷ്ഠയാണ്. അത് 9:05 എന്ന് പറഞ്ഞാൽ 9:04 ഇല്ല, 9:06 ഇല്ല. 9:05 എന്ന് പറഞ്ഞാൽ 9:05 ഷാർപ്പ് ടൈമാണ് ജപ്പാനിൽ. ഒരു ട്രെയിൻ ലേറ്റ് ആവില്ല, ഒരു ബസ് ലേറ്റ് ആവില്ല, ഒരു ഫ്ലൈറ്റിന് ഡിലേ വരില്ല. ഒന്നും ജപ്പാനിൽ നമുക്ക് ഇത്ര കൃത്യനിഷ്ഠ നോക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ ഉള്ള കാര്യം, ഏത് രാജ്യവും ഏറ്റവും വികസനത്തിലോട്ട് വന്നെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ഡിസിപ്ലിനും ഇതുമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ മെട്രോ സ്റ്റേഷനിൽ തന്നെ നമ്മൾ കയറുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും കൂടി അതിനകത്തോട്ട് ഇടിച്ച് കയറി. പക്ഷെ നിങ്ങൾ ജപ്പാനിലാണ് പോകണമെങ്കിൽ അവിടെ ഒരു ക്യൂ ഉണ്ടാവും. ഒരാളും വേറൊരാളുടെ മുകളിൽ ഓവർടേക്ക് ചെയ്ത് കയറില്ല. ട്രാഫിക് നിയമങ്ങൾ ഇത്രയും കൃത്യമായിട്ട് പാലിക്കും. അടുത്തത് അവരുടെ വൃത്തിയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ രാജ്യത്തിനെ കീപ്പ് ചെയ്യണത് അവരുടെ വൃത്തി. പല റോഡുകളും കണ്ട നമ്മുടെയൊക്കെ വീടിന്റെ അകവും ഉണ്ടാവില്ല അത്രയും ക്ലീൻ ആയിട്ട്. ഇത്ര വൃത്തിയായിട്ട് എങ്ങനെയാണ് ആ റോഡുകൾ കിടക്കണേന്ന് നമ്മൾ ആലോചിച്ചു. അവിടുത്തെ ആൾക്കാരുടെ വിനയമാണ്. നമ്മളൊരാൾ നമ്മുടെ മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ നമ്മളെ ബഹുമാനിക്കും. ഇത്രയും ആതിഥ്യ മര്യാദ കാണിക്കുന്ന ഒരു ജനത വേറെ ലോകത്തില്ല. ജപ്പാനിലെ ഏറ്റവും ഫേമസ് സിറ്റിയായ, വേൾഡിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റിയിലൊന്നായ ടോക്കിയോയിൽ നമ്മൾ പോകുന്നുണ്ട്. അവിടുത്തെ ബുള്ളറ്റ് ട്രെയിനിൽ നമ്മൾ കയറുന്നുണ്ട്. ഒസാക്ക നമ്മൾ പോകുന്നുണ്ട്, ക്യോട്ടോ പോകുന്നുണ്ട്, ഹിരോഷിമ പോകുന്നുണ്ട്. 6 നൈറ്റും 7 ദിവസവും ഉണ്ട്. 7 ദിവസത്തെ പ്രോഗ്രാമാണ്. നവംബർ 2-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ട്. അതിനകത്ത് എല്ലാം ഇൻക്ലൂസീവ് ആണ്. അവിടുത്തെ വിസ, ഫ്ലൈറ്റ്, ഫുഡ് ജാപ്പനീസ് ഫുഡ് അടക്കം ലോക്കൽ ഫുഡ്സ് അടക്കം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാനും പറ്റിയൊരു രാജ്യമാണ് ജപ്പാൻ. കാര്യം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പുറത്തുനിന്ന് ഒരാൾ കൊണ്ടുപോകുമ്പോൾ മെയ്ഡ് ഇൻ ജപ്പാൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. രാജ്യത്തിനെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരു ജനതേനെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നവംബർ 2-ാം തീയതി നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം.